വാഹനാപകട മരണങ്ങൾ കുറയുമ്പോഴും അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ പറയുന്നു. ഈ വർഷം ഫെബ്രുവരി വരെ 9607 അപകടങ്ങൾ ഉണ്ടായി. അതിൽ 636 പേർ മരിച്ചു. 11,083 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 1149 അപകടങ്ങൾ കൂടുതൽ. പരിക്കേൽക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. മരിക്കുന്നവരിൽ 1/3 ഇരുചക്ര വാഹനക്കാരാണ്. അമിതവേഗം, സിഗ്നൽ ചുവപ്പ് ജമ്പ്, അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം എന്നിവ ഉൾപ്പെടെ അപകടങ്ങൾക്ക് കാരണങ്ങൾ നിരവധിയാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വളവുകളുമുള്ള റോഡുകളിൽ ദൂരക്കാഴ്ച കുറവായിരിക്കും. ഡ്രൈവർക്ക് പരിചയമില്ലെങ്കിൽ അപകട സാധ്യതയും കൂടും. ഇത്തരം ഘട്ടത്തിൽ ശ്രദ്ധിച്ച് വാഹനമോടിക്കുക മാത്രമാണ് അപകടം ഒഴിവാക്കാനുള്ള വഴി. രാജ്യത്തെ 75% അപകടങ്ങളും അമിതവേഗം കാരണമാണെന്നാണ് കേന്ദ്ര ഹൈവേ ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്ക് സൂചിപ്പിക്കുന്നതെന്ന് SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ KG ദിലീപ് കുമാർ പറഞ്ഞു. സുരക്ഷാ ഉപാധികൾ പാലിച്ചുള്ള റോഡുകളുടെ അഭാവവും കാൽനടയാത്രക്കാർക്ക് ഉൾപ്പെടെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാത്തതും കാരണമാണ്. ഡ്രൈവറുടെ പിഴവുകളാണ് മിക്ക അപകടങ്ങളുടെയും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. വളവുകളിൽ ഹോൺ മുഴക്കുക, റോഡിലെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക, വളവുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്, ഓവർടേക്കിങ്ങും പാടില്ല, കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, വാഹനം നിർത്തിയിടുമ്പോഴെല്ലാം പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കുക, മഴയുള്ളപ്പോഴും കോടമഞ്ഞ് മൂലം കാഴ്ച തടസ്സപ്പെടുമ്പോഴും വാഹനം സുരക്ഷിതമായി നിർത്തിയിടുക, യാത്ര തുടങ്ങും മുമ്പ് ടയർ, ബ്രേക്ക്, വൈപ്പർ എന്നിവ പരിശോധിക്കുക, വാഹനം കൃത്യമായി സർവീസ് ചെയ്യുക, ആവശ്യമെന്ന് തോന്നിയാൽ വിശ്രമിച്ച ശേഷം മാത്രം ഡ്രൈവിംഗ് തുടരുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകും.